ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മട്ടൻ കറിയാണ്, മട്ടൻ ഉള്ളിപ്പെരളൻ. ഇത് ഞാൻ മട്ടനും ചെറിയ കുഞ്ഞുള്ളിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് ഈ മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറിക്ക് ആവശ്യമായ മട്ടൻ മീഡിയം കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ മട്ടൻ കഷ്ണങ്ങൾ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ മട്ടൻ നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് മൂടി ഈ മട്ടൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ചില സ്ഥലത്ത് കിട്ടുന്ന മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് കുക്ക് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ നിങ്ങളുടെ ഇറച്ചിയുടെ പാകം നോക്കി നിങ്ങൾ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇറച്ചി സ്റ്റൗവിൽ വെച്ചിട്ടൊരു 3 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 2 മീഡിയം തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറിക്ക് ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്: പട്ട 1 കഷ്ണം, 4 ഏലക്ക, 4 ഗ്രാമ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം. ഈ മസാലകൾ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഈ മട്ടൻ കറിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 2 കപ്പ് ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി പൊളിച്ചൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ചെറിയ ഉള്ളിൽ ചെയ്യുന്നതാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. കറിക്ക് ആവശ്യമായ വെളുത്തുള്ളിയാണിത്. ഇത് കറിക്ക് ആവശ്യമുള്ള പൊടികളാണ്: മല്ലിപ്പൊടി, മുളക് പൊടി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും കൂടെ കുറച്ച് ഉപയോഗിക്കാം. നമ്മൾ പൊടിച്ചെടുത്ത മസാലകളാണ്. ഈ മസാലയും കൂടി നമുക്ക് ഈ പൊടിയുടെ ഒപ്പം ഇട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ട് എൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. 1 കഷ്ണം മട്ടൻ എടുത്ത് നമുക്ക് നോക്കാം പാകമായിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ മട്ടൻ പാകമായി വന്നിട്ടുണ്ട്. മട്ടൻ ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുക്കർ മൂടി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ കറിക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതുകൊണ്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇറച്ചി വേവിച്ചപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ടാണ് ഞാനിവിടെ ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ നേരത്തെ പൊടിച്ച ആ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതി. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടി ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലയൊക്കെ മട്ടനിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒരു 4-5 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യണം.
ഈ മട്ടൻ പെരളൻ കൂടുതൽ ഡ്രൈ ആയി പോകാനൊന്നും പാടില്ല, നല്ല കുഴഞ്ഞിരിക്കണം, പാകത്തിൽ വേണം എടുക്കാനായിട്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മൂടി വെക്കാം. റെഡിയായ കറി നമുക്ക് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ മട്ടൻ ഉള്ളിപ്പെരളൻ റെഡിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഈ കറി നമുക്ക് ചോറ്, ഇടിയപ്പം, പുട്ട്, പൊറോട്ട, ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.